അല്ലെങ്കിൽ 1921 ഹിന്ദു വംശീയയെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ ഒട്ടോമൻ സാമ്രാജ്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടായിരുന്നു ഈ സമരം എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. അപ്പോ ഒരു സാമ്രാജ്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് നടന്ന സമരം, ആ സാമ്രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെക്കാൾ ക്രൂരമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു. അർമേനിയയിലും ഗ്രീസിലും സൈപ്രസിലും എല്ലാം കൂട്ടക്കുരുതികൾ നടത്തിയ ഒരു സാമ്രാജ്യം. ദശലക്ഷക്കണക്കിന് ആളുകളെ അർമേനിയയിലെല്ലാം കൊന്നൊടുക്കിയത്. അത്തരത്തിൽ കൂട്ടക്കൊലകളുടെ പാരമ്പര്യമുള്ള ഒരു സാമ്രാജ്യമാണ് ഇന്ന് ഒട്ടോമൻ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നടന്നത്, അല്ലെങ്കിൽ ആ സാമ്രാജ്യത്തിന്റെ തലവനായിട്ടുള്ള ഖലീഫയെ ആ സ്ഥാനത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം സാമ്രാജ്യത്ത് വിരുദ്ധ സമരമാകും എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ ഈ ചോദ്യം ആവശ്യമാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ സാമ്രാജ്യ വിരുദ്ധമാണെന്ന് പറയുന്ന സമയത്ത് അതിനെക്കുറിച്ച് നമ്മളത് ചോദിക്കേണ്ട ആവശ്യമാണ്. പിന്നെ ഇത് ഖിലാഫത്തിന്റെ പേരിലായിരുന്നു എന്ന് പറയുന്ന സമയത്ത്, ഖിലാഫത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഖാലിഫയുടെ പേരിലായിരുന്നു, പിന്നെ ഉമ അതിനായിരുന്നു എന്നെല്ലാം പറയുന്ന സമയത്ത് അതിലും ചില കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 4 ഖലീഫമാര് അവർ മാത്രമാണ് യഥാർത്ഥത്തിൽ ഖലീഫമാരായിട്ട് അവർ കണക്കാക്കുന്നത്. അതിനുശേഷം വന്ന സുൽത്താൻമാര് പലരും ഖലീഫായിട്ട് സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവരെ മുസ്ലിങ്ങൾ തന്നെ ഖലീഫമാരായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അത്തരത്തിൽ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആദ്യത്തെ 4 ഖലീഫമാര് ആണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ ഷിയ സുന്നി തർക്കങ്ങളുണ്ട്. അലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, അത്തരത്തിലുള്ള തർക്കങ്ങൾ സമൂഹത്തിന്റെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പൊതുവെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഖലീഫമാരെയാണ് ഇസ്ലാം മതം ഖലീഫമാരായിട്ട് യഥാർത്ഥത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകളെല്ലാം പിന്നെ അങ്ങനെ സ്നേഹിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആളുകളാണ്. അത് അല്ലെങ്കിൽ മതത്തിന്റെ ഒരു സാങ്ക്ടിറ്റി കിട്ടാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ്. അപ്പോ ആ ഒരു യാഥാർത്ഥ്യം കൂടെ ഇവിടെ നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥ പിന്നെ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ പറയുന്ന അറേബ്യൻ പെനിൻസുലയും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ, ജോർദാൻ, സിറിയ, പലസ്തീൻ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങളെല്ലാം പിന്നെ ഒട്ടോമൻ സാമ്രാജ്യത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അറബ് നാഷണലിസം അതിന്റെ വ്യക്തമായിട്ടുള്ള പിന്നെ ഉദാഹരണമാണ്. അറബ് നാഷണലിസത്തിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അറബ് നാഷണലിസം ഒട്ടോമൻ സാമ്രാജ്യ സമരമായിരുന്നു, അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള വികാരമായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പിന്നെ പല രാജ്യങ്ങളും ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. പിന്നീടുള്ള കഥകളെല്ലാം ഉണ്ട്. അപ്പോ ഈ പറയുന്ന ലെജിറ്റിമസി, ഖാലിഫ് പറയുന്ന ഒട്ടോമൻ സുൽത്താന് ഉണ്ടായിരുന്ന ലെജിറ്റിമസി, ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് ലെജിറ്റിമസി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണത്. അപ്പൊ മതപരമായിട്ട് ഖലീഫയ്ക്ക് അത്തരത്തില് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സുൽത്താൻ അങ്ങനെ ഒരു റിലീജിയസ് ില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് രണ്ടിന്റെയും കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുമായിട്ടൊക്കെ താരതമ്യമാണ് ഇത് പലപ്പോഴും വരാറുള്ളത്. റോമൻ കത്തോലിക് ചർച്ചിൽ പോപ്പിനുള്ള അധികാരങ്ങൾ, അല്ലെങ്കിൽ അതേപോലത്തെ സ്പിരിച്വൽ അൺകോട്ടഡ് സ്പിരിച്വൽ പവർ, അത് പിന്നെ ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഖലീഫയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചെന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കാരണം ക്രിസ്ത്യാനികൾ പറയുന്നു അവരുടെ പോപ്പിന് സ്പിരിച്വൽ പവർ ഉണ്ട്, അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് അങ്ങനെ സ്പിരിച്വൽ പവർ ഉണ്ട്, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. പക്ഷെ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഖലീഫയായിട്ടുള്ള സുൽത്താന് അത്തരത്തിലുള്ള അങ്ങനെ ഒരു സ്പിരിച്വൽ പവർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റോൾ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥം. അപ്പൊ അങ്ങനെ ഖലീഫയെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സമരങ്ങളെല്ലാം, അല്ലെങ്കിൽ ഇത്തരത്തില് കൊലപാതകങ്ങള് എല്ലാം നടന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഈ യാഥാർത്ഥ്യത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് ചർച്ച. ഇതിന്റെ ബാക്കി മറ്റൊരു വെർഷൻ ഉണ്ട്, അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പോ നമ്മള് ബേസിക് ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തത് മലബാറിന്റെ മണ്ണിൽ നടന്ന നിരവധി കലാപമാണ്. അപ്പൊ അതില് 1524 മുതൽ നടന്ന, അല്ലെങ്കിൽ അതിനു മുമ്പ് തൊട്ടേ തുടങ്ങി നടന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ 1524 നടന്ന കലാപം എന്ന് പറഞ്ഞെങ്കിൽ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ നടന്ന കലാപമാണ്. പക്ഷെ അതിനുശേഷം 1745 തൊട്ട് സ്ഥിരമായിട്ട് കലാപങ്ങള് മലബാറിന്റെ മണ്ണില്, പ്രത്യേകിച്ച് തിരൂരങ്ങാടി കേന്ദ്രമായിട്ടെല്ലാം നടന്നതായിട്ട് ചരിത്രത്തിന്റെ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു എങ്ങനെയാണ് ആലി രാജാവിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ പോയിട്ട് ഹൈദരാലി കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടത് വന്നത് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഇതിനെല്ലാം ഇതുമായിട്ട് എന്ത് ബന്ധം ചോദിക്കുന്ന സമയത്ത് അതിനൊരു പ്രത്യേക ബന്ധം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ആ ബന്ധം പറയുന്നത് ഉലമ, അതായത് മുസ്ലിം ക്ലെറിക്സിന്റെ ആ ഒരു പിന്നെ ഇതുമായിട്ടുള്ള ബന്ധമാണ്. ആ ഉലമ എന്ന് പറയുന്നത് പിന്നെ മലബാറില് കൺവെർഷൻ, അതായത് മതപരിവർത്തനം ആക്കം കൂട്ടിയ, മലബാറിലെ സംഘർഷങ്ങൾക്ക് കൂട്ടിയ, അല്ലെങ്കിൽ അതിന് വഴിമരുന്നിട്ട ഒരു പ്രത്യേക ഓർഡറിലുള്ള മുസ്ലിം ഭാഗം, അത് ഹദർ മൗത്തിൽ നിന്നുള്ള ഹദ്രാമി സയ്യിദുമാരാണ്. ഹദർ മൗത്ത് യമൻ എന്ന് പറയുന്ന രാജ്യത്ത്, ഇപ്പോഴത്തെ യമൻ എന്ന് പറയുന്ന രാജ്യത്ത് ഹദർ മൗത്ത് എന്ന് പറയുന്ന ഒരു ഗവർണറേറ്റ് ഉണ്ട്. തരീം എന്ന് പറയുന്ന സ്ഥലം, അത് ഈ തരീമിലുള്ള മുസ്ലിങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സയ്യിദ് മുഹമ്മദിന്റെ ഡയറക്റ്റ് ഡിസെൻഡൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ് വിശ്വാസം. തരീം എന്ന് പറയുന്ന പ്രദേശം തന്നെ ഇസ്ലാമിക് ലേണിംഗിന്റെ ഒരു സെന്റർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇസ്ലാമിക് മാത്രമല്ല, ഇസ്ലാമിക് തീവ്രവാദത്തിന്റെയും ഒരു സെന്റർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ തരീമിൽ നിന്നുള്ള ഹദ്രാമി സയ്യിദുമാര് ഇവര് ലോകത്തിന്റെ പല ഭാഗത്തും, പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ, പിന്നെ പസഫിക് ഓഷ്യന്റെ ചില പോർഷൻസ് വരെ, അതായത് നമ്മളുടെ റെഡ് സീയുടെ അവിടെ തുടങ്ങിയിട്ട് പിന്നെ ചൈനയും ജപ്പാനും വരെ എത്തി നിൽക്കുന്ന ആ ഒരു പ്രദേശത്ത് ഇവര് കച്ചവടത്തിനും അല്ലാതെ വലിയും ആ സ്ഥലങ്ങളിൽ പോയിട്ട് പ്രചരണം നടത്തി അവിടെ മത വളർത്തുകയും സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിന്റെ ചരിത്രമുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ അതിന്റെ ചരിത്രം പല കാര്യങ്ങളും നമ്മൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോ ഈ ഹദർ മൗത്തിൽ നിന്നുള്ള ഹദ്രാമി സയ്യിദ്, ആ സയ്യിദുമാര് 1745 തൊട്ട് കേരളത്തിൽ വരികയും അവര് പിന്നെ ഈ കേരളത്തിലെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കുന്നത്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മുസ്ലിംസിനെ തന്നെ വെജിറ്റേറിയൻ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ശ്രമമുണ്ട്. ഇവര് പറയുന്ന ഒരു സൂഫി പിന്നെ പാരമ്പര്യത്തിന്റെ, അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളാണ്. സൂഫിമാര് ഈ പറയുന്ന സൂഫി സുജാത സിനിമയൊക്കെ കണ്ടവർ വിചാരിക്കും സൂഫി എന്ന് പറഞ്ഞ വലിയ നല്ല ആളുകളാണ്, അല്ലെങ്കിൽ സൂഫിമാരെ കുറിച്ച് തന്നിട്ടുള്ള പിക്ചർ അങ്ങനെയാണ്. പക്ഷെ സൂഫിമാര് അക്രമകാരികളായിരുന്നു. അവരുടെ സൂഫിമാരുടെ ശിഷ്യന്മാര് പല സ്ഥലത്തും അക്രമം നടത്തിയിട്ട് മതപരിവർത്തനം ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. സൂഫിമാര് കട്ടർ ഇസ്ലാമിന്റെ പ്രതിനിധികളാണ്. അപ്പൊ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം സൂഫി എന്ന് പറയുന്ന ഓർഡറിനെ കുറിച്ച് പറയുന്ന സമയത്ത്. അതിൽ ബാലവി എന്ന് പറയുന്ന സൂഫി ഓർഡറിൽ പെടുന്ന ഈ പറയുന്ന ഹദ്രാമിയിൽ നിന്നുള്ള സയ്യിദ് പെട്ട ആളുകൾ കേരളത്തിലേക്ക് വരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫാമിലി എന്ന് പറയുന്നത്, പല ഫാമിലിമാരും തങ്ങളുടെ ആ ഫാമിലി ഉണ്ട്. ഇപ്പോ കേരളത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം നമുക്കറിയാം. അവര് പോലും ഏകദേശം 18ാം നൂറ്റാണ്ടില് കേരളത്തിലെത്തിയ ഒരു, അപ്പൊ അതേപോലെ തന്നെ കേരളത്തിലെത്തിയ ഒരു ഫാമിലിയാണ് ഈ പറയുന്ന ജാഫ്രി പറയുന്ന സയ്യദ് ഷെയ്ഖ് ജാഫ്രി എന്ന് പറയുന്ന വ്യക്തി. സയ്യദ് ഷെയ്ഖ് ജാഫ്രിയുടെ പരമ്പരയിൽപ്പെട്ട ആളുകൾ, പ്രധാനമായിട്ടും ഷെയ്ഖ് ജാഫ്രിയുടെ സഹോദരനായിട്ടുള്ള സയ്യദ് ഹസൻ
അദ്ദേഹത്തിന്റെ മരുമകനായിട്ടുള്ള സയ്യദ് അലവി തങ്ങള്, സയ്യദ് അലവനായിട്ടുള്ള സയ്യദ് ഫസൽ പൂക്കോയ, ഈ ക്യാരക്ടേഴ്സ് ആണ് മലബാറിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തെ മാറ്റിമറിച്ച് അല്ലെങ്കിൽ അവരെ പ്യൂരിറ്റേറിയൻ ഇസ്ലാമിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും പൊളിറ്റിക്കലി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഈ തരത്തിലുള്ള അക്രമങ്ങൾക്ക് വഴിമരുന്നിട്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റെക്കോർഡ്സ് നമ്മൾക്ക് പിന്നെ ഞാൻ പറയാം മുഴുവനായിട്ടും ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഉണ്ട് എന്ന് ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സയ്യദ് ഷെയ്ഖ് ജാഫ്രിയും സയ്യദ് ഹസൻ ജാഫ്രിയും ഏത് തരത്തിലാണ് ഇടപെട്ടത് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള രേഖകളില്ല. നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാച്ചത്, സയ്യദ് ജാഫ്രിമാർ, ഈ പറയുന്ന ഷെയ്ഖ് ജാഫ്രി, ഹസൻ ജാഫ്രി, ഇവര് രണ്ടുപേരും കൊണ്ടോട്ടി തങ്ങളുമായിട്ട്, അതായത് തങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു തങ്ങളുണ്ട്, അദ്ദേഹവും സൂഫിയാണ്. ആ കൊണ്ടോട്ടി തങ്ങൾമാരും തമ്മിൽ നടന്ന ഒരു മതപരമായിട്ടുള്ള സംഘർഷമുണ്ട്. ആ മതപരമായിട്ടുള്ള സംഘർഷം നമ്മൾ പഠിക്കുന്നത് നമ്മൾക്ക് ഈ പ്യൂരിറ്റേറിയൻ ഇസ്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമത്തിന്റെ ആ ഒരു ഇത് മനസ്സിലാക്കും. അതേപോലെ തന്നെ സയ്യദ് ജാഫ്രി ടിപ്പു സുൽത്താനുമായിട്ട് നടത്തിയ ചർച്ച, ടിപ്പു സുൽത്താനുമായിട്ട് അവർക്കുണ്ടായിരുന്ന കണക്ഷൻ, ടിപ്പു സുൽത്താൻ കോഴിക്കോട് ഫറൂഖില് പ്രത്യേക ഇത് അദ്ദേഹത്തിന്റെ തലസ്ഥാനം സ്ഥാപിക്കുന്ന സമയത്ത് ഇവരെല്ലാം അവിടെ ക്ഷണിക്കുകയും ആദരിക്കുകയും ഇവരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് അവരുടെ തന്നെ റെക്കോർഡുകൾ പറയുന്നുണ്ട്. അപ്പോ ഇതെല്ലാം കണക്കിലാക്കുന്ന സമയത്ത് ഈ പറയുന്ന സയ്യിദുമാർക്ക് അക്രമികളുമായിട്ടുണ്ടായിരുന്ന ക്ലോസ് കോണ്ടാക്റ്റും ഇന്ററാക്ഷനും നമുക്ക് അതിൽ നിന്ന് ഊഹിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോ അതോടൊപ്പം തന്നെ മലബാറിൽ നടന്ന പല ഈവന്റ്സും കണക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾക്കുള്ള ചില കാര്യങ്ങളുണ്ട്. അത് സയ്യദ് ഹസൻ ജാഫ്രിയുടെ മരുമകനായിട്ടുള്ള അലവിത്തങ്ങളാണ്. അലവിത്തങ്ങള് 1750 49-50 ജനിച്ച വ്യക്തി, 18 വയസ്സിൽ ഏകദേശം 1766 കൂടി, അതായത് 5-ലോ 66-ലോ വരുന്നു എന്നാണ് പറയുന്നത്. ഹൈദർ പിന്നെ മലബാറിനെ ആക്രമിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ടോ അതനുബന്ധിച്ച് മലബാറിലേക്ക് എത്തുന്നു. ഈ സയ്യദ് അലവി തങ്ങൾ പിന്നീട് പിന്നെ മലബാറുകളുടെ പല കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അതിൽ ചില കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തതായിട്ടും മാരുടെ തന്നെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ തന്നെ റെക്കോർഡ്സ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവർ തന്നെ പറയുന്നു ഇദ്ദേഹം നേരിട്ട് പിന്നെ കൊടുത്തു എന്ന്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു ഈ സയ്യദ് അലവി തങ്ങൾ. അപ്പൊ അതിന്റെയും റെക്കോർഡ്സ് ഉണ്ട്. 1844 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഭാര്യ ഫാത്തിമയിൽ അദ്ദേഹത്തിനുണ്ടായ മകൻ ആണ് സയ്യദ് ഫസൽ പൂക്കോയ തങ്ങൾ എന്ന് പറയും. അദ്ദേഹത്തെ വെളിയിൽ അറിയപ്പെടുന്നത് സയ്യദ് ഫദൽ എന്ന പേരിലാണ്. അപ്പൊ ഈ സയ്യദ് ഫസൽ പൂക്കോയ തങ്ങൾക്ക് 1844 20 വയസ്സാണ് ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ പിതാവ് മരിച്ച ഉടനെ അറേബ്യയിൽ പോകും, അവിടെ മതപഠനം നടത്തുകയും 1849 കൂടിയിട്ട് ഇദ്ദേഹം തിരിച്ചു വരികയും പിന്നെ കേരളത്തിലെ മലബാറിൽ നടന്ന കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. ആ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് ഈ കുടുംബത്തെ കുറിച്ച് പലപ്പോഴും ബ്രിട്ടീഷ് ഗവൺമെന്റിന് അറിവുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചർച്ചകൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ്. അപ്പോ ആ പിന്നെ അറിവിന്റെ അവരുടെ ഇൻവെസ്റ്റിഗേഷന്റെ അടിസ്ഥാനത്തിൽ ഇവർ കണ്ടെത്തിയ 1852 നടന്ന മട്ടന്നൂരിൽ ഈ പറയുന്ന വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള റോൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹമായിട്ട് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ പുറത്താക്കുന്നതിന് വേറൊരു പ്രശ്നമുണ്ട്. ഇദ്ദേഹത്തെ പുറത്താക്കേണ്ടെങ്കിൽ കലാപം നടക്കാനായിട്ട് സാധിക്കും. അപ്പോ ബ്രിട്ടീഷ് ഗവൺമെന്റും ഇദ്ദേഹവുമായിട്ട് പിന്നെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഇന്ത്യ വിട്ടുപോകാൻ വേണ്ടിയിട്ട് സമ്മതിക്കുകയും ഇദ്ദേഹത്തെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അറേബ്യയിലേക്ക് പോയി എന്നുള്ളതാണ്. 1852-53 ഇദ്ദേഹം അദ്ദേഹത്തിന്റെ 60 പേരടങ്ങുന്ന കുടുംബത്തോട് കൂടിയിട്ട് പോയി എന്നാണ് ചരിത്രം പറയുന്നത്. മുസ്ലിങ്ങളുടെ നരേറ്റീവ് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് അല്ലെങ്കിൽ അവരവതരിപ്പിക്കുന്നത് ഈവൻ ഹിന്ദുസ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാര് അങ്ങനത്തെ ചില ആളുകളുണ്ടല്ലോ. അപ്പൊ അവര്
നാരേറ്റീവ് എല്ലാം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എന്താ പറയുക പ്യുവർ സൂഫി ഓർഡറാണ്. വളരെ സ്നേഹവാന്മാരായിട്ടുള്ള, വളരെ മത എന്താ പറയുക സെക്യുലർ ആയിട്ടുള്ള, എല്ലാവരോടും സമാനമായിട്ടുള്ള രീതിയിൽ ആദരവ് കാണിക്കുന്ന, അതേപോലെ തന്നെ വളരെ കാരുണ്യം കാണിക്കുന്ന ഒരു പരമ്പരയായിട്ടാണ് ഇവരെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതേ ഈ പറയുന്ന സയ്യദ് അലവിയും സയ്യദ് ഫസൽ പൂക്കോയും അവരെ കുറിച്ചെല്ലാം പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നടന്നു പിന്നെ വഴികളുടെ അവരുടെ കാൽപാദം തൊട്ട സ്ഥലങ്ങളിൽ വരെ അതുവരെ അതിൽ നിന്ന് സ്പിരിച്വൽ ഇത് ഉൾക്കൊള്ളുന്ന ആളുകളായിരുന്നു മലബാറിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ഉള്ളത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാം ലിറ്ററേച്ചറുകളെല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ അതേപോലെയുള്ള റെഫറൻസുകളെല്ലാം നമുക്ക് അതിൽ കിട്ടും. അപ്പൊ അത്തരത്തില് ഒരു വളരെ സ്പിരിച്വലും വളരെ കാരുണ്യവാന്മാരും വളരെ മതത്തിന് അപ്പുറത്ത് പോയിട്ട് എല്ലാ മതങ്ങളോടും ഈക്വലായിട്ട് ആദരവ് കാണിക്കുന്ന അങ്ങനെ ഇവരെല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ യഥാർത്ഥത്തില് ഇവരാരായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു സയ്യദ് അലവിയെ കുറിച്ച് ചില റിപ്പോർട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഇതിന്റെ യഥാർത്ഥത്തിലുള്ളത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒറ്റ ആളെ നമ്മൾ റെഫർ ചെയ്താൽ മതി, സയ്യദ് ഫസൽ തങ്ങൾ. ആ ഫസൽ പൂക്കോയ തങ്ങളെയാണ് 1852 ഇവിടെ നിന്ന് പിന്നെ പുറത്താക്കിയത്, അറേബ്യയിലേക്ക് നാട് കടത്തിയത്. ഈ ഫസൽ പൂക്കോയ തങ്ങൾ ഇദ്ദേഹം പിന്നെ അറേബ്യയിൽ എത്തിയതിനു ശേഷം ആദ്യമായിട്ട് ഇടപെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നടന്ന ഒരു സമരമാണ്. പിന്നെ ഒട്ടോമൻ സാമ്രാജ്യം അടിമ വ്യവസ്ഥ നിർത്തലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ അടിമ വ്യവസ്ഥയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന സമയത്ത് അതിനെതിരെ അവിടുത്തെ ഷെയ്ഖിന്റെ ഒക്കെ നേതൃത്വത്തിൽ വളരെ ഷെരീഫിന്റെ ഒക്കെ നേതൃത്വത്തിൽ വളരെ വലിയ സമരങ്ങൾ നടന്നു, കലാപങ്ങൾ നടന്നു ഹിജാസിലെല്ലാം. കലാപങ്ങളിൽ പങ്കെടുത്ത ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന സയ്യദ് ഫസൽ പൂക്കോയ തങ്ങൾ. ഈ റിഫോമിനെതിരായിട്ട്, അതായത് അടിമ വ്യവസ്ഥ നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയ ആളാണ് സയ്യദ് ഫസൽ പൂക്കോയ തങ്ങൾ. ഇവിടെ അവതരിപ്പിക്കുന്നത് മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ മണ്ണിൽ അവതരിപ്പിക്കുന്നത് വളരെ മനുഷ്യസ്നേഹിയായിട്ടുള്ള വ്യക്തിയായിട്ട്. വ്യക്തി തന്നെ അറേബ്യയിൽ പോയിട്ട് ഖുർആന്റെ അടിസ്ഥാനത്തിൽ അടിമവ്യവസ്ഥ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ കലാപം നടത്തുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മനുഷ്യത്വത്തോടുള്ള സ്നേഹം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാം. അപ്പൊ അതേപോലെ തന്നെ ഇദ്ദേഹം അവതരിപ്പിക്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലും അല്ലെങ്കിൽ ചരിത്രത്തിലും ഇദ്ദേഹം അവതരിപ്പിക്കപ്പെടുന്നത് കടുത്ത ബ്രിട്ടീഷ് വിരോധിയായിട്ടും സാമ്രാജ്യത്വ വിരുദ്ധൻ അവതരിപ്പിക്കപ്പെടുന്നത്. രണ്ട് കാര്യങ്ങൾ: സാമ്രാജ്യത്വ വിരുദ്ധൻ, ബ്രിട്ടീഷ് വിരോധി, മനുഷ്യസ്നേഹിയായിട്ടുള്ള വ്യക്തി, അതേപോലെ തന്നെ പല മാജിക്കുകളും കാണിക്കാനായിട്ട് കഴിയുന്ന വ്യക്തി. അടുത്ത ഇത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പിന്നെ അവിടെ നിന്ന് ഈ ശേഷം അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു, സുഫർ എന്ന് പറയുന്ന സ്ഥലത്ത്. ഹദർമൗത്തിനോട് ചേർന്ന് നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ സുഫർ എന്ന് പറയുന്ന പ്രദേശം. ഈ സുഫർ എന്ന് പറയുന്ന പ്രദേശത്ത് ഉള്ള ട്രൈബുകൾക്കിടയിൽ സംഘർഷം ഉണ്ടാവുന്നു, അവർ തമ്മിൽ ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടോമാൻ ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് നുണ പറഞ്ഞുകൊണ്ട് അവിടെ ഇടപെടുന്നു. ആ ഇടപെട്ട് അവിടെയുള്ള പാവങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഇദ്ദേഹം ആ സുഫറിന്റെ അധികാരമേൽക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഒട്ടോമൻ ഗവൺമെന്റിന്റെ പിന്നെ നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇടപാടുകളിലൂടെ അവിടുത്തെ ചുമതലയുള്ള സൈനിക കമാൻഡറുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഒട്ടോമൻ ഗവൺമെന്റിന്റെ അംഗീകാരം നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ഒട്ടോമൻ ഇദ്ദേഹത്തെ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ ഈ പറയുന്ന മനുഷ്യസ്നേഹിയായിട്ടുള്ള സുഫറിന്റെ അധികാരത്തിൽ അവിടുത്തെ ജനങ്ങളെ പറ്റിച്ചിട്ട് അധികാരത്തിൽ കയറിയതിനു ശേഷം അവിടുത്തെ ജനങ്ങളെ പിഴിയാൻ തുടങ്ങി, ജനങ്ങളെ പീഡിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അവിടെ ഒരു വരൾച്ച വന്നു. നിരവധി ആളുകള് പിന്നെ വരൾച്ചയും പഞ്ഞും എല്ലാം മൂലം മരിച്ചു വീഴുന്ന അവസ്ഥയുണ്ട്. ആളുകൾക്ക് ജീവിക്കാൻ പറ്റും. ആ അവസരത്തിൽ പോലും ഖുറാന്റെ അടിസ്ഥാനത്തില് 2.5% അല്ലെങ്കിൽ
അത് ഗവൺമെന്റിന് കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അമീറിന് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ പിഴിയാൻ ശ്രമിച്ച സമയത്ത്, അതിന്റെ പേരിൽ ജനങ്ങൾക്ക് നരകത്തിൽ കൊടുത്തില്ലെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരുമെന്ന രീതിയിൽ പിന്നെ ഇദ്ദേഹം പ്രസംഗിച്ച സമയത്ത് ജനങ്ങൾ ഇദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. മസ്കറ്റിലെ അമീറിന്റെ കൂടിയിട്ട് അവിടുത്തെ ട്രൈബുകൾ ഇദ്ദേഹത്തിനെതിരെ കലാപം നടത്തുകയും ഇദ്ദേഹം അവിടുന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അവിടുത്തെ ചരിത്രം പറയുന്നത്, സഫറിന്റെ ചരിത്രം പറയുന്നത്. അപ്പൊ ഈ സഫറിൽ നടന്ന ചരിത്രം കേരളത്തിലെ ആരും തന്നെ റെഫർ ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് പറയുന്നില്ല. അവരദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് മനുഷ്യ സ്നേഹിയായിട്ടാണ്. അപ്പോ ഈ ഒരു അന്തരം നമ്മൾ മനസ്സിലാക്കണം, എങ്ങനെയാണ് നരേറ്റീവുകൾ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ള അന്തരം. ഈ വ്യക്തി അവിടെ നിന്ന് ഓടിപ്പോകുന്നു 1870 ആവുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവിടെ നിന്ന് ഒട്ടോമൻ കേന്ദ്രമായിട്ടുള്ള ഇസ്താംബൂളിൽ എത്തുന്നു. അവിടെ അദ്ദേഹത്തിന് അഭയം പ്രാപിക്കുന്നു. അപ്പൊ അവിടെ എത്തിയതിന് ഇദ്ദേഹത്തിന്റെ ശ്രമങ്ങള് നമ്മൾ മനസ്സിലാക്കണം. ഈ സാമ്രാജ്യത്വ വിരുദ്ധതയും ബ്രിട്ടീഷ് അവിടെ എത്തിയതിനു ശേഷം ഈ വ്യക്തി മരിക്കുന്നത് വരെ ശ്രമിച്ചുകൊണ്ടിരുന്നത് വീണ്ടും ഈ പറയുന്ന സുഫറിന്റെ ഭരണാധികാരിയാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ബ്രിട്ടീഷുകാരുമായിട്ട് നിരന്തരമായിട്ട് നടത്തിയിരുന്നു. ബ്രിട്ടീഷുകാരുമായിട്ട് ഏതു തരത്തിലുള്ള കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നു. അവരുമായിട്ട് കത്തിടപാടുകൾ നടത്തിക്കൊണ്ട് അവര് ഏതെല്ലാം തരത്തിലാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി സഹായം നൽകാനായിട്ട് സാധിക്കുക എന്നുള്ള രീതിയിൽ അദ്ദേഹം കത്തിടപാടുകൾ നടത്തിയിരുന്നു. ബ്രിട്ടീഷുകാരുമായി ചെയ്തിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഇസ്താംബൂളിലെ അംബാസഡർ ആയിരുന്ന ലയാർഡ് എന്ന് പറയുന്ന വ്യക്തി, ഈ വ്യക്തിയെ സ്ഥിരമായിട്ട് സന്ദർശിച്ചിരുന്നു. പോയി സംസാരിക്കുകയും തന്റെ മകനെ അയച്ചുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാരുമായിട്ട് ഏതു തരത്തിൽ ചെയ്യാനും തയ്യാറായ ഒരു വ്യക്തിയായിരുന്നു ഫസൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സയ്യദ് പാഷ എന്ന് പറയുന്ന ഒട്ടോമനിൽ അറിയപ്പെടുന്ന ഈ വ്യക്തി. അപ്പോ അവിടെ ഇദ്ദേഹത്തിന്റെ ബ്രിട്ടീഷ് സാമ്രാജ്യത പൊളിയുകയാണ്. എങ്ങനെയാണ് അദ്ദേഹം അവിടെ പെരുമാറിയെന്നുള്ള ചരിത്രം നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഈ ചരിത്രം മലബാറിലോ അല്ലെങ്കിൽ കേരളത്തിലോ നമ്മൾക്ക് വായിക്കാനായിട്ട് കിട്ടുകയില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത. അതേപോലെ തന്നെ സാമ്രാജ്യത്വ വിരുദ്ധത എന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹം ഒട്ടോമൻ സുൽത്താന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള അഡ്വൈസ് സേവകനായിരുന്നു. ഒട്ടോമൻ സുൽത്താന്റെ പെൻഷൻ പറ്റിയാണ് പിന്നീടുള്ള കാലം ജീവിച്ചത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പാൻ ഇസ്ലാമിസത്തെ പിന്നെ എന്താ പറയുക പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സുൽത്താൻ തീരുമാനിച്ച സമയത്ത്, അല്ലെങ്കിൽ ഒട്ടോമൻ സുൽത്താനായിരുന്ന അബ്ദുൽ ഹമീദ് രണ്ടാമതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയ സമയത്ത് അറേബ്യ മുതൽ ഇന്ത്യൻ ഓഷ്യന്റെ എല്ലാ വരെയുള്ള മുസ്ലിങ്ങളുമായിട്ട് സമ്പർക്കം നടത്തുന്നതിനും അവർക്കിടയിൽ ഈ പറയുന്ന പാൻ ഇസ്ലാമിസം പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഇൻചാർജ് ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ഈ പറയുന്ന സയ്യദ് ഫദൽ എന്നുള്ളതാണ് ഒട്ടോമൻ ചരിത്രം പറയുന്നത്, ഒട്ടോമൻ എംപയറിന്റെ ചരിത്രം പറയുന്നത്. അത്തരത്തിലുള്ള ഒരു വ്യക്തി, അതായത് ഇസ്ലാമിക സാമ്രാജ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പാൻ ഇസ്ലാം പിന്നെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പുതിയ പൊളിറ്റിക്കൽ നരേറ്റീവ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ച, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ച വ്യക്തിയായിരുന്നു സയ്യദ് പൂക്കോയ തങ്ങൾ. ഈ വ്യക്തിയാണ് മലബാറിലെ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്നപരമായിട്ടുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 1852 കൂടിയിട്ട് സയ്യദ് ഫദൽ പൂക്കോയ പിന്നെ ഇവിടേക്ക് തിരിച്ചു പോകുന്നതോട് പിന്നെ ഈ വ്യക്തിക്കോ അല്ലെങ്കിൽ ആ കുടുംബത്തിനോ മലബാറിൽ നടക്കുന്ന കലാപങ്ങളിൽ അവർ പറയുന്നില്ല. അതിന്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് 1855 പിന്നെ മലബാറിന്റെ കളക്ടറായിരുന്ന കൊണോലി, HP കൊണോലി കൊല്ലപ്പെട്ടത്. ഈ HP കൊണോലി കൊല്ലപ്പെടുന്ന മാസം മുമ്പ് അദ്ദേഹത്തിന് ആഡനിൽ നിന്നൊരു കത്ത് വന്നിരുന്നു. ആ കത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു താൻ ജീവൻ അപകടത്തിലാണ് എന്നത്. അപ്പോ അതിന് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പിന്നെ ഫദൽ പൂക്കോയുടെ ഇടപെടലുകളായിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ആ കൊലപാതകം നടത്തിയത് എന്നാണ് പ്പെടുന്നത്.
അതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഈ പറയുന്ന വ്യക്തി സയ്യദ് ഇരുന്നുകൊണ്ട്, അറേബ്യയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഇസ്താംബൂളിൽ ഇരുന്നുകൊണ്ട് അവിടേക്ക് എത്തുന്ന പിന്നെ മലബാറിൽ നിന്നിലൂടെ ഇവിടുത്തെ പല കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നു, ഫത്തുകൾ പുറപ്പെടുവിച്ചിരുന്നു. എന്തിനേറെ മലബാറിലെ പോലീസ് ഓഫീസറായിരുന്ന ഖാൻ ബഹാദൂർ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അഹമ്മദ് കുരുക്കൾ, ഖാൻ ബഹാദൂർ അഹമ്മദ് കുരുക്കൾ, അദ്ദേഹം പിന്നെ ഹജ്ജിന് പോയി മക്കയിൽ പോകുന്ന സമയത്ത് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് എഴുതി പ്രത്യേക പ്രൊട്ടക്ഷൻ അവിടെ, കാരണം അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ ലൈഫിന് ത്രെട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം വിശ്വസിച്ചെങ്കിൽ അത് യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോ ഈ സയ്യദ് ഫദൽ എല്ലാ കാലത്തും ഇടപെട്ടിരുന്നു. പിന്നെ 1901 ഇദ്ദേഹം മരിക്കുന്ന പലതരത്തിലുള്ള ഇടപെടലുകൾ സയ്യദ് ഫദൽ മലബാറിൽ നടത്തിയിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് ഇത് പാൻ ഇസ്ലാമിസവും ഒട്ടോമൻ എംപയറുമായിട്ട് ഇത് കണക്റ്റഡ് ആയിരുന്നത് എന്നുള്ളൊരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇപ്പോ പുതിയതായിട്ട് ഈ പറയുന്ന ഒട്ടോമൻ ഇതിൽ വരുന്ന തുർക്കി, പാകിസ്ഥാൻ, ഖത്തർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പുതിയ തയ്യാറാകുന്ന സമയത്ത് ഇത് നമ്മൾ വളരെ എന്താ പറയുക, നമ്മൾ വളരെ ഉദ്വേഗത്തോട് കൂടിയിട്ട് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അതിനായിട്ട് സൗദി അറേബ്യയും പിന്നെ UAE കൂടിയിട്ട് മറ്റൊരു അച്ചുതണ്ടും രൂപപ്പെടുന്നു എന്നുള്ള ആ ഒരു ചരിത്രം 100 വർഷം കഴിയുമ്പോൾ എങ്ങനെയാണ് തനിയാവർത്തനം നടത്തുന്നത് അല്ലെങ്കിൽ ആവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു കൂടിയായിട്ട് നമുക്ക് കാണാം. കാരണം ആ 100 വർഷത്തെ ചരിത്രം വീണ്ടും പരിശോധിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഏകദേശം സിമിലർ ആയിട്ടുള്ള പല ഇൻസിഡൻസും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ഈ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവിടെ ഈ പറയുന്ന രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ നാഷണാലിറ്റി ഗ്രൂപ്പിംഗ് നടക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ഇന്റേണൽ പോളിറ്റിക്സ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആഴത്തിൽ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഫാക്ടർ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞു സയ്യദ് ഫദലിനെ ഉപയോഗിച്ചുകൊണ്ട് പാൻ ഇസ്ലാമിസത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ലോകമാകമാനം പടർത്താൻ വേണ്ടിയിട്ട് അബ്ദുൽ ഹമീദ് രണ്ടാമൻ ശ്രമിക്കുന്നു. അബ്ദുൽ ഹമീദിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം മൊറാദ് ഒരു സുൽത്താനെ മാറ്റിയിട്ടാണ് അദ്ദേഹം സുൽത്താനായിട്ട് വരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ പലതരത്തിലുള്ള കോൺട്രഡിക്ഷൻസ് നിലനിന്നിരുന്നു, യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നു, പലതരത്തിലുള്ള പ്രശ്നവും ഇന്റേണൽ പ്രശ്നവും ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ തന്റെ സിംഹാസനം ഉറപ്പിച്ചു നിർത്തുന്നതിന്, ഒട്ടോമൻ സാമ്രാജ്യത്തെ ഒന്നിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് പോളിസി ആയിട്ടും എക്സ്റ്റേണൽ രണ്ട് ഇതായിട്ടും ഇസ്ലാമിസത്തിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അബ്ദുൽ ഹമീദ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ജിഹാദും അല്ലെങ്കിൽ പാൻ ഇസ്ലാമിസവും വളർത്താൻ വേണ്ടിയിട്ട് ഖലീഫ അല്ലെങ്കിൽ സുൽത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിൽ നിന്നാണ് പിന്നീട് മലബാർ കലാപത്തിന്റെ വേരുകൾ വീണ്ടും വരുന്നത്. സയ്യദ് ഫദലിലൂടെ പോയ ഒരു റൗണ്ട് ഉണ്ട്, അത് കൂടാതെ മറ്റൊരു തരത്തിൽ വരുന്നു. അപ്പൊ ഇദ്ദേഹം ശ്രമിക്കുന്നു അതിനു വേണ്ടിയിട്ട് ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് പറയുന്ന പാൻ ഇസ്ലാമിസ്റ്റ് ഇന്ത്യയിലും ബാക്കി യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം പല രാജ്യങ്ങളിൽ പിന്നെ ചെയ്തുകൊണ്ട് പാൻ ഇസ്ലാമിസത്തിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന അഫ്ഗാനി, അദ്ദേഹത്തെ ഈ സുൽത്താൻ ഇസ്താംബൂളിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഗൈഡൻസിന്റെ അടിസ്ഥാനത്തിൽ സയ്യദ് ഫദലും അതേപോലെ തന്നെ പല ഇത്തരത്തിലുള്ള മത നേതാക്കന്മാരും എല്ലാം ചേർന്നുകൊണ്ട് ഒരു ടീം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന പിന്നെ പാൻ ഇസ്ലാമിസം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ അതിനെ സ്പ്രെഡ് ചെയ്യുന്നതും അതിന്റെ ഒരു ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് പിന്നീട് ഖിലാഫത്തിന്റെ വിത്തുകൾ മുളയ്ക്കുന്നത്. അതേ സമയത്ത് തന്നെ മറ്റൊരു കാര്യം നടക്കുന്നു. 1895 ആവുമ്പോഴത്തേക്കും കൈസറായിരുന്ന വില്യം രണ്ടാമൻ, ഈ വില്യം രണ്ടാമൻ പിന്നെ ബ്രിട്ടീഷുകാരെ തകർക്കുന്നതിന് വേണ്ടി യൂറോപ്പിലെ ബാലൻസ് ഓഫ് പവർ എന്ന് പറയുന്ന ഒരു തിയറി
ആ തിയറിയുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ പിന്നെ തങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തുന്നു. ആ ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ പിന്നെ നിർദ്ദേശപ്രകാരം മാക്സ് വോൺ ഓപ്പൺഹെയിം എന്ന് പറയുന്ന ജൂത കുടുംബത്തിൽ ജനിച്ച വ്യക്തിയെ അതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹം ഈ ജിഹാദിനെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താമെന്നുള്ള രീതിയിൽ ഒരു ഡോക്ട്രൈൻ തയ്യാറാക്കുന്നു. അതിന്റെ അടിസ്ഥാന ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ടും ഇസ്ലാമിക മത ആചാര്യന്മാരുമായിട്ടെല്ലാം നിരന്തരമായിട്ടുള്ള സമ്പർക്കങ്ങളും ചർച്ചകളും നടക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ട്രെയിനിങ് കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് യങ് ടർക്കുകളെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ ട്രെയിൻ ചെയ്യുന്നതും. അടക്കമുള്ള ആളുകൾ ജർമ്മനിയിൽ ട്രെയിൻ ചെയ്യപ്പെട്ട ആളുകളായിരുന്നുള്ള സത്യം പിന്നെ നമ്മൾ എൻവർ പാഷയാണ് ഈ പറയുന്ന പല കാര്യങ്ങളിലും, അതായത് ഒട്ടോമൻ എംപയറുമായിട്ട് ഒന്നാം മഹായുദ്ധകാലത്ത് നടന്ന പല കാര്യങ്ങളുടെയും കീ പേഴ്സൺ എന്ന് പറയുന്നത് എൻവർ പാഷയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഷ്യസ് സർക്കിള് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ അതിനുശേഷം ഈ മാക്സ് വോൺ ഓപ്പൺഹെയിമിന്റെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പായിട്ട് പിന്നെ വില്യം പാലസ്തീൻ സന്ദർശിക്കുന്നത്. പാലസ്തീൻ സന്ദർശിക്കുന്ന സമയത്ത് ആ പാലസ്തീൻ സന്ദർശനത്തിന്റെ പ്രാധാന്യം ഇസ്ലാമിസ്റ്റുകളുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉടമ്പടി അല്ലെങ്കിൽ അവരുമായിട്ടുണ്ടാക്കുന്ന പിന്നെ തന്ത്രപരമായിട്ടുള്ള ഒരു സഖ്യത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഈവന്റ് ആയിട്ടാണ് ഈ പാലസ്തീൻ ഓർഗനൈസ് ചെയ്യുന്നത്. കാരണം അവിടെ കൈസർ വില്യം പോയതിനു ശേഷം ആലയങ്ങളും ചർച്ചുകളും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളും സന്ദർശിച്ചു. എന്നിരുന്നാലും അവിടുത്തെ സന്ദർശനം എന്ന് പറയുന്നത് സലാഹുദ്ദീന്റെ ടോംബിലേക്കുള്ള അല്ലെങ്കിൽ കുഴിമാടത്തിലേക്കുള്ള സന്ദർശനം. സലാഹുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി കുരിശുദ്ധങ്ങളുടെ കാലത്ത് മറ്റേ ക്രിസ്ത്യൻ കുരിശുദ്ധക്കാരുമായിട്ട് യുദ്ധം ചെയ്ത് ഇസ്ലാമിന് വേണ്ടിയിട്ട് പല വിജയങ്ങളും നേടുകയും മരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് സലാഹുദ്ദീൻ. ഈ സലാഹുദ്ദീന്റെ കുഴിമാടത്തിലേക്കുള്ള കൈസർ വില്യം സന്ദർശനം അതൊരു സിംബോളിക് ആയിട്ടുള്ള ഒരു സന്ദർശനമായിരുന്നു. അപ്പൊ അതിലൂടെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇടയിൽ ജർമ്മനിയുടെ ഒരു ആക്സെപ്റ്റൻസ് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ആ പറയപ്പെട്ടിരുന്ന ഒരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്രിട്ടീഷുകാർ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു കഥയാണ്. കൈസർ വില്യം ഇസ്ലാം മതപരിവർത്തനം നടത്തി എന്നുള്ള പ്രചരണം വരെ നടന്നിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു പിന്നെ ക്യാമ്പയിൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. ആ ഒരു ഇമേജറി, ആ ഒരു പ്രൊപ്പഗൻഡ ഭാഗമായിട്ട് പല ശ്രമങ്ങളും ജർമ്മൻ ആളുകൾ ചെയ്തിരുന്നു. അതിന് മറ്റൊരു എക്സ്റ്റൻഷൻ ഉണ്ട് എന്നുള്ള പിന്നെ ഇവിടെ ഓർക്കേണ്ട കാര്യമാണ്. കാരണം ഇതേ കണക്ഷൻ പിന്നെ ഹിറ്റ്ലർ ഉപയോഗിച്ചതാണ്. പിന്നെ ഇവിടത്തെ ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഫാസിസ്റ്റുകൾ എന്ന് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അവരുടെ പൂർവികര്, പാലസ്തീനിലെ പിന്നെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന അമീൻ അൽ ഹുസൈനിയാണ് ഹിറ്റ്ലറുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വാദിച്ചത് എന്നുള്ള സത്യം കൂടെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കണം. മാക്സ് വോൺ ഓപ്പൺഹെയിം കൈസർ വില്യമിന് വേണ്ടിയിട്ട് തുടങ്ങിയ തിയറിയാണ് ജൂത കൂട്ടക്കൊലയിൽ കലാശിച്ചത് എന്നുള്ള സത്യം, അല്ലെങ്കിൽ ആ ജിഹാദ് ശ്രമമാണ് അതിൽ കൽമിനേറ്റ് ചെയ്തത് എന്നുള്ള മറ്റൊരു ചരിത്ര സത്യം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വായിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കൈസർ വില്യമിന്റെ സന്ദർശനം നടക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ള ശക്തികൾ ബ്രിട്ടനും റഷ്യയും ഒക്കെ ആയിട്ട് ജർമ്മനിയുടെ റിലേഷൻ വളരെയധികം ആവുന്നു. ജർമ്മനി, ഓട്ടോമൻ സാമ്രാജ്യം, ഓസ്ട്രിയ ഹംഗറി, അതേപോലെ തന്നെ ബൾഗേറിയയിലെ സാർ, ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക ഗ്രൂപ്പ് പിന്നെ രൂപീകരിക്കപ്പെടുന്നു, സഖ്യം ഉണ്ടാക്കുന്നു. മറുവശത്ത് ഫ്രാൻസും റഷ്യയും ബ്രിട്ടനും എല്ലാം ചേർന്നുകൊണ്ടും വേറൊരു ഗ്രൂപ്പിംഗ് ഉണ്ടാവുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു. ഈ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് വേറെ ചില കാര്യങ്ങൾ.
കാരണം ഈ ഇന്ത്യയുമായിട്ട് ഇതിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഈ സമയം തന്നെ വടക്കേ ഇന്ത്യയുമായിട്ട് ഇവർക്ക് വ്യക്തമായിട്ടുള്ള കണക്ഷനും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഹിജാസ് റെയിൽവേ നിർമ്മിക്കാനുള്ള, അതായത് ഇസ്താംബൂളിൽ നിന്ന് ഹിജാസ് വരെ നീളുന്ന മക്കയും മദീനയും എല്ലാം ഉൾപ്പെടുന്ന ഒരു റെയിൽവേ ലൈൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അതിന് രണ്ട് ഉദ്ദേശങ്ങളാണ് ഉള്ളത്. ഒന്ന്, മതപരമായിട്ട് ഹജ്ജിന് വേണ്ടിയിട്ട് ആളുകളെ കൊണ്ടുവരിക. രണ്ട്, സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഈ രണ്ട് ഉദ്ദേശത്തോടു കൂടിയിട്ട് പിന്നെ ഓട്ടോമൻ സാമ്രാജ്യം റെയിൽവേ നിർമ്മിക്കാൻ സമയത്ത് അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് അന്നത്തെ കാലത്ത് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുത്ത് ഇസ്ലാം ഓട്ടോമൻ സാമ്രാജ്യത്തിന് നൽകിയിരുന്നു എന്നുള്ളതാണ് സത്യം. അവരൊരു ആവശ്യം കൂടെ മുന്നോട്ട് വെച്ചു. ഈ പറയുന്ന ഹിജാസ് വരെ റെയിൽവേ ബാഗ്ദാദ് വഴി ഇന്ത്യയിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടെ മുന്നോട്ട് വെച്ച ആളുകൾ ഇന്ത്യയിലെ ഇസ്ലാമിസ്റ്റുകൾ. ഈ അബ്ദുൽ ഹമീദിന്റെ നിർദ്ദേശപ്രകാരം അബ്ദുൽ ഹമീദിന്റെ ശേഷം വന്ന മുഹമ്മദ് അഞ്ചാമൻ, ഇവരുടെ ഘട്ടത്തില് പിന്നെ പലതരത്തിലുള്ള ചാരന്മാര്, ഈ പാൻ ഇസ്ലാമിനെ എന്താ പറയുക പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചാരന്മാര്, ആ ചാരന്മാര് ഇന്ത്യയിലേക്ക് വന്നിരുന്നു. അവര് വന്നതിന്റെ ഇന്നത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കണക്ഷൻ ഇന്ന് കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ടോ അല്ലെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടെ ഇതിൽ മനസ്സിലാക്കണം. റെഡ് ക്രസന്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, ഈ റെഡ് ക്രസന്റിന്റെ എന്നും ചാരപ്രവർത്തനം, ഇസ്ലാമിക ചാരപ്രവർത്തനത്തിനും ഇസ്ലാമിക മതപ്രചരണത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഘടന ക്രസന്റ്. ഈ റെഡ് ക്രസന്റ് തന്നെയാണ് 100 വർഷം കഴിയുമ്പോൾ എങ്ങനെയാണ് പിന്നെ ഇത് വീണ്ടും അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ള രസകരമായിട്ടുള്ളൊരു കാര്യമാണിത്. കാരണം 1913 12-13 കാലഘട്ടങ്ങളിൽ പിന്നെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ചാരന്മാര് ഇന്ത്യയിലേക്ക് വന്നത് റെഡ് ക്രസന്റിന്റെ പേരിലായിരുന്നു. അവർ ഇന്ത്യയിൽ വന്ന് പലരെയും അവരെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ അടിയിൽ റെഡ് ക്രസന്റിന് വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് MA അൻസാരിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം നേതാക്കന്മാർ ഇവിടുന്ന് പിന്നെ ഒട്ടോമൻ സാമ്രാജ്യത്തിലേക്ക് പോകുന്നു. അവിടെയുള്ള ആളുകളെ ആയിട്ട് സംസാരിക്കുന്നു, ഈജിപ്ത് സന്ദർശിക്കുന്നു, കെയ്റോ സന്ദർശിക്കുന്നു, അത്തരത്തിലുള്ള ഇത് നടക്കുന്നു. അതിനുവേണ്ടി അടിസ്ഥാനത്തിൽ പിന്നെ തുർക്കിഷ് വാർ ബോണ്ടുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ തയ്യാറാകുന്നു. ഇവിടുത്തെ മുസ്ലിങ്ങള് സ്ത്രീകളടക്കമുള്ള ആളുകൾ തങ്ങളുടെ ആഭരണങ്ങൾ വരെ ഊരി പിന്നെ തുർക്കിഷ് സാമ്രാജ്യത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള പലതരത്തിലുള്ളതും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇവര് നടത്തിയിരുന്നു. ആ ഇതിൽ തന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിന് തൊട്ട് പിന്നാലെ 1914 ആകുമ്പോഴത്തേക്കും ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. ആ ഒന്നാം ലോകത്തിന്റെ കാലത്ത് ഇവിടെ മറ്റൊരു സംഘടന രൂപീകരിച്ചിരുന്നു, പിന്നെ അഞ്ജുമാൻ ഖുദാമി കബ ഒരു ഓർഗനൈസേഷൻ. ആലിസ് സഹോദരന്മാർ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും, അതേപോലെ തന്നെ മുഷീർ ഹുസൈൻ കിദ്വായി, മൗലാന അബുൽ വാരി, ഈ 4 പേര് ചേർന്നിട്ടാണ് ഈ പറയുന്ന അഞ്ജുമാൻ ഖുദാമി കബ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത്. ആ ഓർഗനൈസേഷൻ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആണ് രൂപീകൃതമായത്. പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വിശുദ്ധ സ്ഥലങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ, അതിനു വേണ്ടിയിട്ട് പണം പിരിക്കുന്നു. അത് രൂപീകരിച്ച് കുറച്ച് നാളുകൾക്ക് ഉള്ളിൽ തന്നെ 20,000 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ചരിത്രം പറയുന്നത്. അതേപോലെ തന്നെ അവർക്കൊരു നേവിയും രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്നതായിട്ടും ബ്രിട്ടീഷ് ഇന്റലിജൻസ് റെക്കോർഡുകൾ പറയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങൾ വരെ ഇവര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അതും നിഷേധിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആർമി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് നിഷേധിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉണ്ട്. പക്ഷെ യാഥാർത്ഥ്യത്തിലുള്ള ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1915 ഹജ്ജിന് വേണ്ടിയിട്ട് പിന്നെ മക്കയിലേക്ക് പോയ ആളുകൾ, അങ്ങനെ മക്കയിലേക്ക് പോയ കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ തിരിച്ചു വന്നില്ല. അവർ ഒട്ടോമൻ സാമ്രാജ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ പോയി. യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം.
ഈ മക്കയിൽ ഹജ്ജിന് പോയ ആളുകളുടെ ായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി ലിറ്ററേച്ചറുകളും അല്ലെങ്കിൽ മെസ്സേജുകളും ഇന്ത്യയിലേക്ക് എത്തി എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ IS എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോണ്ടെക്സ്റ്റിലാണ്. ഇസ്ലാമിസ്റ്റുകൾ എങ്ങനെയാണ് എക്സ്ട്രാ ടെറിട്ടോറിയൽ അലിജൻസ്, ഇവരുടെ ദേശത്തിന് മുകളിലുള്ള അല്ലെങ്കിൽ ദേശവുമായിട്ട് യാതൊരു ഇതുമില്ലാത്ത എക്സ്ട്രാ ആയിട്ടുള്ള ഇവരുടെ അലിജൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണേ എന്നുള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പോൾ നടക്കുന്ന IS മുമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളതിന് കൂടെ ഒരു എക്സാമ്പിൾ ആണത്. അപ്പോ ആ ഒരു കോണ്ടെക്സ്റ്റ് കൂടെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ സമയങ്ങളിൽ നടന്നിരുന്നു. അതേ സമയത്ത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നു. ഈ പറയുന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നിരവധി മുസ്ലിംസ് ബ്രിട്ടൻ റിക്രൂട്ട് ചെയ്തിരുന്നു. അതിൽ മലബാറിൽ നിന്നുള്ള ഒരു വലിയ വിഭാഗം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തില് സൈനികര് പിന്നെ മെസോപ്പൊട്ടേമിയ അത്തരത്തിലുള്ള ഇന്നത്തെ ഇറാഖിലും പിന്നെ പാലസ്തീനും അടക്കമുള്ള മേഖലകളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തിരുന്നു. പിന്നെ ഹൈഫ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിനെ കുറിച്ചെല്ലാം അതിനെക്കുറിച്ച് ചരിത്രം പഠിച്ചവർക്ക് അറിയാം ഏത് തരത്തിലുള്ള യുദ്ധങ്ങളാണ് നടന്നതെന്നുള്ളത്. പക്ഷെ ഈ യുദ്ധങ്ങളിൽ പ്പെട്ട നിരവധി മുസ്ലിം സൈനികരുണ്ടായിരുന്നു. പിന്നെ ജർമ്മൻ ഒട്ടോമൻ സഖ്യ സേന നിരവധി മുസ്ലിം സൈനികരെ പിടിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ പിടിച്ച സൈനികരെ കൊണ്ടുപോയത് അതിൽ നിരവധി പേരെ ബെർലിനിലേക്ക് കൊണ്ടുപോയി. ബെർലിനിൽ കൊണ്ടുപോയിട്ട് അവിടെ 2 ക്യാമ്പ്, മറ്റേ പള്ളികളോട് കൂടിയ 2 ക്യാമ്പുകൾ, ആ 2 ക്യാമ്പുകളിൽ അവരെ താമസിപ്പിച്ചുകൊണ്ട് എങ്ങനെ ജിഹാദ് നടത്തണം എന്നുള്ളതിനുള്ള ഞാൻ നേരത്തെ പറഞ്ഞു മാക്സ് വോൺ ഓപ്പൻഹീമിന്റെ നേതൃത്വത്തിലുള്ള ഒരു പിന്നെ ട്രെയിനിങ് ഗ്രൂപ്പ് കൊടുക്കുകയും എങ്ങനെ ജിഹാദ് നടത്തണം, എങ്ങനെ ബ്രിട്ടീഷ് പ്രദേശങ്ങളിൽ എങ്ങനെയാണ് ആക്രമണങ്ങൾ എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് അവിടെ കൊടുത്തത് എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകൾ. അപ്പോ അതൊരു ജിഹാദിന്റെ ഇതിലാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഡോക്ട്രൈൻസ്, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാം തയ്യാറാക്കിക്കൊണ്ട് ആ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അതിന് മലബാറുമായിട്ടുള്ള കണക്ഷൻ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം വ്യക്തമാണ്. കാരണം 1921 മലബാറിൽ നടന്ന കലാപത്തില് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് പിന്നെ ബ്രിട്ടീഷ് ആർമിയിൽ നിന്ന് പിരിച്ചുവിട്ട മുസ്ലിം സൈനികരായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇതുമായി ചെയ്തിട്ട് നമ്മൾ വായിക്കണം. ഈ മലബാറിലെ കലാപം ആദ്യം തുടങ്ങുമ്പോൾ തന്നെ വയറുകൾ മുറിച്ചു മാറ്റിക്കൊണ്ട്, പിന്നെ റെയിൽവേ ലൈനുകൾ പിഴുതു മാറ്റിക്കൊണ്ട്, പാലം തകർത്തുകൊണ്ട്, റോഡുകളിലും റെയിൽവേ ട്രാക്കുകളിലും മരങ്ങൾ മുറിച്ചിട്ട് ഗതാഗത തടസ്സപ്പിച്ചുകൊണ്ട്, ഇത്തരത്തില് പിന്നെ ട്രെഞ്ചുകൾ കുഴിച്ചുകൊണ്ട് ആ ട്രെഞ്ചുകളിൽ സ്നൈപ്പിംഗ് നടത്തിക്കൊണ്ട്, വാൻറ്റേജ് പോയിന്റ്സിൽ ഇരുന്നിട്ട് സ്നൈപ്പിംഗ് നടത്തിക്കൊണ്ട് ഉള്ളൊരു യുദ്ധതന്ത്രം പലപ്പോഴും അല്ലെങ്കിൽ ഈ മലബാറിലെ ഈ കലാപത്തിന്റെ ഘട്ടങ്ങളിൽ അവർ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോഴാണ് ഈ പറയുന്ന നടന്ന ട്രെയിനിങ്ങുമായിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോ മലബാറിലെ ആളുകൾ, മലബാറിലെ മുസ്ലിങ്ങൾ അവിടെ പോയിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ അത് നമ്മൾക്ക് ഇതിൽ നിന്ന് ഊഹിക്കാനായിട്ട് സാധിക്കും ഏത് തരത്തിലുള്ള ട്രെയിനിങ് അവർ കൊടുത്തിട്ടുണ്ടാവും, എങ്ങനെയാണ് ഇത് നടന്നത്. പക്ഷെ ഇന്ത്യയിൽ നിന്നുള്ള മുസ്ലിങ്ങൾ പിടിക്കപ്പെട്ടതായിട്ടും ആ മുസ്ലിങ്ങൾക്ക് ബെർലിനിൽ ട്രെയിനിങ് കൊടുത്തതായിട്ടും ജർമ്മൻ രേഖ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ഇവിടെ 1921 കലാപത്തിൽ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതിനും രേഖകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ സാധിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നും. കാരണം അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇന്റർനാഷണൽ ഇതുമായിട്ട് കിടക്കുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നത്, അല്ലെങ്കിൽ അതിനങ്ങനെ കണക്ഷൻ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം
പറയുന്നത്. അപ്പോ അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം നടക്കുന്നു. ഇതെല്ലാം നടന്നതിന് ശേഷം പിന്നെ 1918 ആ സമയത്തേക്ക് യുദ്ധം തീരുന്നു. യുദ്ധം തീർന്നതിന് ശേഷം പിന്നീട് സാമ്രാജ്യത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നു. ആ സമയത്ത് തന്നെ അറബൻ നാഷണലിസവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ പല രാജ്യങ്ങളും ഇന്നത്തെ പല പ്രദേശങ്ങളും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അവര് നാഷണലിസത്തിൻ്റെതായിട്ടുള്ള സമരങ്ങൾ നടക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടോമൻ സാമ്രാജ്യം പല കഷ്ണങ്ങളായിട്ട് മാറുന്നു. കോൺട്രഡിക്ഷൻ കൊണ്ടാണ് അത് പിന്നെ പല കഷ്ണങ്ങളായിട്ട് മാറുന്നത്. അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ താല്പര്യമായിരുന്നു അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്റേണൽ ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഈ പറയുന്ന ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഉള്ളിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് സൈനികപരമായിട്ടുള്ളതും രാഷ്ട്രീയപരമായിട്ടുള്ള പല കാരണങ്ങളുണ്ട്. അതിന്റെ ചരിത്രം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകുന്നതാണ്. അപ്പോ നമ്മളുമായിട്ട് ഇതിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് 1919 കൂടിയിട്ടാണ്. ഒട്ടോമൻ സാമ്രാജ്യം വിഭജിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിഭജിക്കപ്പെടുന്ന സമയത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ത്യയിലും അത് വിഭജിക്കരുത് എന്ന് ആവശ്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ലോയിഡ് ജോർജിന് പിന്നെ കത്തെഴുതുന്നു. അദ്ദേഹത്തെ നേരിട്ട് സന്ദർശിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. പിന്നെ ഇന്ത്യ ഗവൺമെന്റിന്റെ സെക്രട്ടറിയുമായിട്ട് ചർച്ച എടുക്കുന്നു, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു. പലതരത്തിലുള്ള പ്രഷർ ടാക്ടിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഈ വിഭജനത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഒട്ടോമൻ പിന്നെ സുൽത്താൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളുമായിട്ട് ചർച്ച നടത്തിയതായിട്ടുള്ള വേറെ രേഖകളും ഇതെല്ലാം ഉണ്ട്. അത് മറ്റൊരു ചരിത്രം. അപ്പൊ ഇത്തരത്തിൽ നടത്തിക്കൊണ്ടാണ് വീണ്ടും ഇന്ത്യയിൽ ഇവര് ഇടപെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. കോൺഫറൻസ്, സെൻട്രൽ ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കുന്നു, ഖിലാഫത്ത് കോൺഫറൻസ് നടക്കുന്നു. പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ കൊടുക്കുന്നതോട് കൂടിയിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്നുകൊണ്ടൊരു മാസ് മൂവ്മെന്റ് ചെയ്ത് ഇതിനെ അവതരിപ്പിക്കപ്പെടുകയും ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിയിരിക്കുകയും സമരങ്ങൾ തുടങ്ങുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ആ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് പിന്നീട് മലബാർ ഈ കമ്മിറ്റികൾ ഓർഗനൈസ് ചെയ്യുന്നതും അതിന്റെ പേരിൽ മറ്റൊരു സെപ്പറേറ്റ്, അതായത് ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ യൂണിഫോം എല്ലാം ഇട്ട മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് കലാപം നടക്കുന്നത്. തിരിഞ്ഞ് മറ്റൊരു തരത്തിൽ വരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ ഇതില് വസ്തുത എന്ന് പറയുന്നത് ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ 1919 ഖലീഫ അവിടെ ഉറപ്പിച്ചിരുത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന് സമരം നടത്തുന്നത് അതിനു വേണ്ടിയിട്ട് ചോര കളം ഒരുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അഞ്ജുമാൻ ഖുദാമി കാബയുടെ എല്ലാം പ്രതിജ്ഞകൾ ഉണ്ടായിരുന്നു. ആ പ്രതിജ്ഞകൾ പറയുന്നത് ഈ വിശ്വാസത്തിന് വേണ്ടിയിട്ട് മരിക്കാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രതിജ്ഞ എടുത്തിരുന്നത്. അപ്പൊ അത്തരത്തിൽ കൊണ്ട് കലാപം നടത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് തുർക്കിയിലെ നേതാക്കന്മാർ മുസ്തഫ കമാൽ അറ്റാതുർക്ക്, ഈ അറ്റാതുർക്കിന്റെ നേതൃത്വത്തിലുള്ള അവിടുത്തെ നേതൃത്വം ഈ ഖലീഫയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഖാലിഫേറ്റിനെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് എന്നുള്ളതാണ് ചരിത്രപരമായിട്ടുള്ള സത്യം. അപ്പോ അവര് ഖലീഫ വേണ്ട എന്ന് പറയുന്നു. പിന്നെ സൗദി അറേബ്യ അടക്കമുള്ള ആളുകൾ ഖലീഫ വേണ്ട എന്ന് പറയുന്നു. ജോർദാൻ, ട്രാൻസ് ജോർദാൻ, അല്ലെങ്കിൽ പലസ്തീൻ, ഈ പ്രദേശങ്ങളിലുള്ള മുസ്ലിംങ്ങള്, ആ മുസ്ലിം സബ്ജക്ട് എംപയറിന്റെ മുസ്ലിം സബ്ജക്ട്സ് പറയുന്നു ഞങ്ങൾക്ക് ഖലീഫേറ്റ് വേണ്ട, ഞങ്ങൾക്ക് ഒട്ടോമൻ എംപയർ വേണ്ട, ഞങ്ങൾ പിന്നെ ഒരു തനി പ്രത്യേക രാജ്യമായിട്ട് നിലനിൽക്കണം, അല്ലെങ്കിൽ പ്രത്യേക ഇത് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളാണ് പറയുന്നത് ഞാൻ പിന്നെ ഖലീഫയെ നിലനിർത്തണം, ഖലീഫ വേണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഖലീഫയ്ക്ക് എതിരായിട്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റ് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കലാപം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അത് അവരുടെ മറ്റൊരു കോംപ്ലക്സിൽ നിന്നുണ്ടാവുന്നതാണ്. ഇനി 1857 വരെ മുഗൾ ഭരണം ഉണ്ടായിരുന്നു. ഷെരിയയുടെ ഭരണം ഇന്ത്യയിൽ നടന്നിരുന്നത്. അപ്പോ ഇപ്പോൾ നടക്കുന്നത് പിന്നെ അവിശ്വാസികളുടെ ഭരണം. ഇവിടുത്തെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളാണെന്നും ആ ഹിന്ദുക്കളുടെ ഒപ്പം ജീവിക്കാൻ സാധ്യമല്ല,
എന്നുള്ള ഒരു വിശ്വാസസ്ഥാനത്തില് ഒരു എന്താ പറയുക, ഞങ്ങള് എന്താ മുസ്ലിങ്ങൾ പറഞ്ഞവരാണ്, മുസ്ലിങ്ങൾക്ക് ദാറുൽ ഹറബിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനിസ്ലാമിക ഭരണ വിധാനത്തിന്റെ കീഴിൽ പിന്നെ കാഫിറുകളോടൊപ്പം ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഈ പറയുന്ന ആ ഒരു സൈക്കോളജിക്കൽ ഇതാണ് ഇവരുടെ ഈ ഖിലാഫത്ത് സമരത്തിന്റെ പിന്നിൽ യഥാർത്ഥ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് തുർക്കിയിലെ സുൽത്താനുമായിട്ട് ശ്രമിക്കുന്നത്. അതിന് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഇതെല്ലാം ഉണ്ടായിരുന്നു, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ ഒരു ഇത് മനസ്സിൽ അന്ന് വർക്ക് ചെയ്തിരുന്നു. 1919 20-ലും 21-ലും 24 വരെ ഈ ഒരു സൈക്കോളജി വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. ഇപ്പോഴും അവർ പറയുന്നത് അത് തന്നെയാണ്, ഞങ്ങളാണ് ഇന്ത്യയെ ഭരിച്ചിരുന്നത്, ഇന്ത്യ ഞങ്ങളുടെയാണ്, അവകാശം, നിങ്ങൾ അടിമകളായിട്ട് ജീവിക്കേണ്ട ആളുകളാണ് എന്നുള്ളൊരു മാനസിക അവസ്ഥയാണ്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് CAA അടക്കമുള്ള കലാപങ്ങളും അവർ നടത്തുന്നത്. മോദി അധികാരത്തിൽ വരുന്ന മുസ്ലിങ്ങൾക്ക് പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇന്റർഫിയറൻസ്, ഇന്ത്യൻ ഡയറക്റ്റ് ആയിട്ട് ഇന്റർഫിയറൻസ് നടത്താൻ സാധിക്കുന്നില്ല. ഒരു കാഫിറാണ് ഭരിക്കുന്നത്, ദാറുൽ ആണ് അല്ലെങ്കിൽ ദാറുൽ കുഫറാണ് എന്നുള്ളൊരു ആ ഒരു മാനവസ്ഥയാണ് ഇന്നത്തെയും കലാപങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം. എങ്ങനെയാണ് 100 വർഷത്തിന് ശേഷം ഇതെല്ലാം വീണ്ടും റിവൈവ് എന്നുള്ളത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാനസിക അവസ്ഥയിൽ നിന്നാണ് പിന്നെ ഒട്ടോമൻ സാമ്രാജ്യത്തിലെ പിന്നെ പ്രജകൾക്ക് പോകാത്ത ഒരു ഖലീഫയ്ക്ക് വേണ്ടിയിട്ട്, ആ ഒരു സാമ്രാജ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ മുന്നിൽ രക്തരൂക്ഷിതമായിട്ടുള്ള സമരം നടത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മുസ്ലിം നേതാക്കന്മാരെ പ്രേരിപ്പിച്ചത്. അവിടുത്തെ യഥാർത്ഥത്തിൽ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ 922 കൂടിയിട്ട് ഖലീഫ എന്ന് പറയുന്നത് തുർക്കിഷ് നാഷണൽ അസംബ്ലി, ഗ്രാൻഡ് നാഷണൽ അസംബ്ലിയുടെ തീരുമാനത്തില് പിന്നെ അവിടുത്തെ ഖലീഫ എന്ന് പറയുന്നത് ഒരു സെറിമോണിയൽ പോസ്റ്റ് മാത്രമാക്കി. അങ്ങനെ സെറിമോണിയൽ പോസ്റ്റ് ഇന്ത്യയിലെ മുസ്ലിം നേതാക്കന്മാര്, ആഗാഖാൻ അടക്കമുള്ള ആളുകൾ ചെയ്യുന്നു. അവര് അവിടുത്തെ പിന്നെ മുസ്തഫ കമാൽ പാഷയുമായിട്ട് സംസാരിച്ചു, അദ്ദേഹമായിട്ട് കത്ത് നടത്തി. അപ്പൊ അങ്ങനെ കത്തടപാടുകളും ഇതൊക്കെ നടത്തിയിട്ട് ഒരു വലിയ പ്രശ്നമായിട്ട് സൃഷ്ടിച്ച സമയത്ത്, ഇത് വാർത്തയാകുകയൊക്കെ ചെയ്ത സമയത്ത് മുസ്തഫ കമാൽ പാഷയും അവിടുത്തെ നേതാക്കന്മാരും കൂടിയിട്ട് തീരുമാനിച്ചു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ നേതാക്കന്മാരുടെ ഇടപെടലുകളാണ്, ഇനി ഖലീഫേറ്റ് വേണ്ടെന്ന്. അങ്ങനെയാണ് പിന്നെ 1924 ഖലീഫ എന്ന് പറയുന്ന സ്ഥാനം തന്നെ നിയമപരമായിട്ട് തുർക്കിയിൽ ഇല്ലായ്മ ചെയ്തു. ഒന്നുമില്ലാത്ത ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട്, അവിടുത്തെ ആളുകൾക്ക് പോലും വേണ്ടാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ നേതാക്കന്മാർ ചെയ്തതും ഈ പറയുന്ന മലബാറിലടക്കം രക്തരൂക്ഷിതമായിട്ടുള്ള കലാപങ്ങൾ നടത്തിയത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പറയുന്നു, മലബാറിലെ കലാപം ഖിലാഫത്തിന്റെ പേരിലായിരുന്നു എന്നുണ്ടെങ്കിലും പല കാരണങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ സാമ്രാജ്യത്തിന് വേണ്ടിയിട്ട്, ആർക്കും വേണ്ടാത്ത ഒരു സാമ്രാജ്യത്തിന് വേണ്ടിയിട്ട് സമരം നടത്തിയ ആളുകളാണ് ഇപ്പൊ സാമ്രാജ്യത്വ വിരുദ്ധതയെ കുറിച്ച് പറഞ്ഞുള്ളൊരു പാരഡോക്സ്, ആ ഒരു കോൺട്രഡിക്ഷൻ, അത് നമ്മൾ ഇവിടെ മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം കൂടെ എനിക്കിവിടെ പറയാനുണ്ട്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അതിന്റെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. മലബാറിൽ കലാപം തുടങ്ങിയത് തന്നെ അഫ്ഗാനിലെ അമീറിയെ ആക്രമിച്ച് ഡൽഹി പിടിച്ചെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ. അപ്പൊ സ്വാതന്ത്ര്യത്തെ കുറിച്ചും സാമ്രാജ്യത്തെ കുറിച്ചൊക്കെ പറയുന്ന ആളുകൾ അവരെന്തിനു വേണ്ടിയിട്ട് കലാപം തുടങ്ങി, എങ്ങനെ കലാപം തുടങ്ങി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാരണം അഫ്ഗാനിലെ അമീർ ഇന്ത്യ ആക്രമിച്ച് കീഴടക്കി എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രചരണം. ആ പ്രചരണത്തിലാണ് കലാപം തുടങ്ങിയത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ബേസ്ലെസ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. അവര് ശ്രമങ്ങൾ നടത്തിയിരുന്നു. പിന്നെ ജർമ്മനിയുടെ അംബാസിഡർമാരും പിന്നെ സാമ്രാജ്യത്തിന്റെ അംബാസിഡർമാരും ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് കാബൂളില് തിരക്കിട്ട കൂടിയാലോചന മഹായുദ്ധകാലത്ത് നടത്തിയിരുന്നു.
ഏത് തരത്തിലാണ് ഇന്ത്യയെ ആക്രമിക്കേണ്ടത്, ഏത് തരത്തിലാണ് ഡൽഹി എന്നുള്ളതിനെ കുറിച്ചുള്ള തിരക്കിട്ട ചർച്ചകളെല്ലാം ഈ പറയുന്ന കാബൂളിൽ ഈ പറയുന്ന ആളുകൾ നടത്തിയിരുന്നു. അതിൽ ഇന്ത്യയിൽ നിന്നുള്ള മുസ്ലിം റെപ്രസെന്റേറ്റീവ്സ് പോവുകയും പങ്കെടുക്കുകയും അത്തരത്തിലുള്ള ചർച്ചകളിൽ പങ്കാളികളായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് മലബാറിൽ നടന്ന ഈ പറയുന്ന സമരങ്ങള് അല്ലെങ്കിൽ രക്തരൂക്ഷിതമായിട്ടുള്ള കലാപങ്ങള്, ആ എലിമിനേഷൻ ആയിട്ടുള്ള ഹിന്ദു വംശഹത്യ, ആ ഹിന്ദു വംശഹത്യ നടന്നത് ഈ പറയുന്ന ഒരു ജിഹാദി പേരിലാണ്, അല്ലെങ്കിൽ ആ ജിഹാദിന്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ അതൊരു സാമ്രാജ്യം വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതില് സയ്യദ് ഫദൽ ഉള്ള ആളുകളുടെ റൂള് നമ്മൾ മനസ്സിലാക്കണം. ഈ ചരിത്രം എങ്ങനെയാണ് കേരളത്തില് വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ നമ്മളുടെ മുന്നോട്ടുള്ള ഏർപ്പെടാൻ വേണ്ടിയിട്ട്. നമ്മൾ എഴുതുന്ന സമയത്ത്, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുന്ന സമയത്ത് ഈ ബാക്ക്ഗ്രൗണ്ട്, ഈ ഒരു കോണ്ടെക്സ്റ്റ് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇതൊരു വലിയ ചരിത്രത്തിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് പല രാജ്യങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇത് റെഗുലറായിട്ട് വായിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കുറവുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. എന്നാൽ പോലും പരിമിതമായിട്ടുള്ള ഇതിൽ നിന്നുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വരുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ബുക്കുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിർദ്ദേശിക്കാം. അപ്പോൾ നിങ്ങൾ തന്നെ അത് വായിച്ച് ഇത് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുള്ള അന്താരാഷ്ട്ര മാനങ്ങളെ കുറിച്ചാണ് സന്ദീപ് ജി നമ്മളോട് സംസാരിച്ചത്. നാളെ വൈകുന്നേരം 4 മണിക്ക്, ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കാണ് പ്രോഗ്രാം. നാളെ ശങ്കുജി ആയിരിക്കും നമ്മളോട് സംസാരിക്കുക. അതുപോലെ തന്നെ നമ്മൾ നാളത്തോടുകൂടി അവസാനിപ്പിക്കുന്നില്ല. നാളെ കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഇതിൻ്റെ ഒരു സംശയ നിവാരണം നമുക്ക് ചോദിക്കാനുള്ള അവസരവും, അതിന് ശങ്കുജിയും സന്ദീപ് ജിയും അവരുടേതായിട്ടുള്ള ഒരു വെച്ചിട്ട് മറുപടി, റെഫർ ചെയ്യാനുള്ള പുസ്തകങ്ങളെ കുറിച്ചുള്ള വിവരണം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നതിന് ശേഷം നമുക്ക് ഓരോരുത്തർക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും, ലേഖനങ്ങൾ, ജേണലുകൾ, അതുപോലെ തന്നെ ഡോക്യുമെന്ററികൾ, അങ്ങനെ ഏതെല്ലാം മേഖലയുമായി ബന്ധപ്പെട്ട് 1921 എന്ന വിഷയത്തിൽ നമുക്ക് നമ്മുടെ സംഭാവന നൽകാൻ വേണ്ടി സാധിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് തീരുമാനിക്കണം. അപ്പൊ അങ്ങനെ താല്പര്യമുള്ള മേഖലയിൽ നമ്മളൊരു അത്തരം ആളുകളെ, കുറച്ച് ആളുകളെ ഉള്ളൂ എങ്കിലും ഇപ്പൊ എഴുതാൻ താല്പര്യമുള്ള ആളുകൾ, മറ്റു രീതിയിൽ താല്പര്യമുള്ള, അത് ആ താല്പര്യം അറിയിച്ചാൽ അതിനനുസരിച്ചുള്ള ഒരു സെഷൻ നമ്മൾ വെക്കുന്നുണ്ടാവും. അപ്പൊ നാളെ വൈകുന്നേരം 4 മണിക്ക് കാണാം. ലിങ്ക് അയച്ചു തരാം എല്ലാവർക്കും. അപ്പൊ എല്ലാവർക്കും നമസ്തേ. നമസ്തേ. നമസ്തേ.